ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ചപ്പാത്തി കൊണ്ട് ഒരു നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാതിരിക്കുന്ന ചില കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ ചപ്പാത്തിയും കഴിക്കും വെജിറ്റബിൾസും കഴിക്കും, രണ്ടും ഒന്നിൽ തന്നെ നടക്കും കേട്ടോ. അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയും പോലെ. അതിനായിട്ട് ഞാനൊരു 5-6 ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ അവരോരോ നമുക്ക് എത്രത്തോളമാണോ നമ്മൾ ചപ്പാത്തി എടുക്കുന്നത്, വെജിറ്റബിൾസ് എടുക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ്, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് മൂത്ത് വരെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളമാണ് ചപ്പാത്തി എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 ചപ്പാത്തി എടുത്തു, അതിനനുസരിച്ചുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയിൽ നിന്ന് ഒരുപാട് വെന്ത് വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പങ്ങ് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, തക്കാളി, ഇത് 4ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും ഒരുപാട് നമുക്ക് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ, ഒരുപാട് വെന്ത് വരണ്ട കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, പച്ചക്കറിയൊന്നും കഴിക്കാത്ത ഈ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും, അപ്പോൾ കഴിക്കാനും അവർക്ക് ഇഷ്ടമാണ്. നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ നൂഡിൽസൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വെജിറ്റബിൾസും കഴിക്കും ചപ്പാത്തിയും കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളി, ഞാൻ ലാസ്റ്റാണ് തക്കാളി ഇട്ടത് കേട്ടോ. ഇനി ഇതും തക്കാളി അധികം ഒന്നും വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു പരുവായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി അതിൽ ഉപ്പ് ചേർത്തിട്ടായിരിക്കും മാവ് കുഴയ്ക്കണത് അല്ലേ, അപ്പോൾ ചപ്പാത്തിയിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസാലയിൽ, അതായത് ഈ പച്ചക്കറിയിൽ ഉപ്പിടുമ്പോൾ അതിനനുസരിച്ച് ഓർത്തിട്ട് വേണം ഉപ്പിടാം കേട്ടോ. ഞാനിത് ഓർമ്മിപ്പിക്കുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിൽ സോസുകൾ ഒഴിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ സോയാ സോസ് 1 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റെഡ് ചില്ലി സോസാണേ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്, അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അതായത് നമ്മൾ പച്ചക്കറിയിലൊന്നും പിടിക്കത്തൊക്കെ വേണം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ ചപ്പാത്തി ബാലൻസ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കറികളൊക്കെ ഉണ്ടാക്കി നമുക്ക് എന്താ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ നമ്മൾ സോസുകളെല്ലാം ഒന്ന് പച്ചക്കറിയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചമണം അതിൻ്റെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളിപ്പോൾ ചിന്തിക്കും, ചപ്പാത്തി ഉണ്ടാക്കി അതിന് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം പിടിക്കുമല്ലോ, പിന്നെന്തിനാ നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് കറി ഉണ്ടാക്കാൻ മടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് അല്ലേ? പക്ഷേ സംഭവം നമുക്ക് നൂഡിൽസിന് നൂഡിൽസും ആവും, എന്നാൽ കറി ഉണ്ടാക്കാൻ വേണ്ടല്ലോ, നല്ല എളുപ്പമാണ്. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ചപ്പാത്തിയിൽ ഈ മസാല ഒന്ന് പിടിക്കത്തൊക്കെ വേണം, നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡിയായി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കിയെടുക്കാം, അപ്പം നമുക്ക് അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തി എഗ് നൂഡിൽസ് എന്നും പറയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.